തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായെന്ന അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ഹസൻ. ഉപകരണം അപകടം പിടിച്ചതാണെന്നും സുരക്ഷിതമല്ലാത്തതിനാൽ ഉത്പാദനം കമ്പനികൾ നിർത്തിയതാണെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇന്നലെ ഡോക്ടർ പറഞ്ഞത് ഈ ഉപകരണം ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കാനുള്ള അറിവ് തങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായി പക്ഷേ ഓഡിറ്റിംഗ് ഒക്കെ ഉള്ളതാണ് എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ, ഈ മോഡ്സിലേറ്റർ എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്, അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണോ? തീർച്ചയായും ഈ മോഴ്സിലേറ്റർ ഒപ്പം മോഴ്സിലോസ്കോപ്പ് എന്നീ ഹെഡിങ്ങിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത്. ഈ ഉപകരണം വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കമ്പനി പോലും ഈ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം നിർത്തിയിട്ടുണ്ട്. അടുത്ത കാലത്താണ്, സമീപകാലത്താണ് ഇതിൻ്റെ മുന്നറിയിപ്പ് പോലും ലഭിച്ചത്. എന്തായാലും ഈ ഉപകരണം ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. ശരീരത്തിൽ ഈ സ്റ്റോൺ അടക്കം, അതായത് ശരീരത്തിലെ കിഡ്നി സ്റ്റോൺ അടക്കം മാറ്റിയ ശേഷം ഈ കീഹോൾ സർജറിയിലൂടെ അത് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പക്ഷേ ഇത് തൊട്ട് സമീപത്തെ ശരീരഭാഗങ്ങൾ വരെ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ആ ഒരു സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഈ ഉപകരണം ഓഫീസിൽ തന്നെ ഉണ്ട്, ഇത് ഒരിടത്തും കളവ് പോയിട്ടില്ല, ഈ ഉപകരണങ്ങളുടെ ഭാഗങ്ങളും കളവ് പോയിട്ടില്ല. പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇനി അത് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് കൂടിയാണ് അദ്ദേഹം FB പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ 15 ലക്ഷത്തോളം വില വരുന്ന ഈ ഉപകരണം ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പിൻവലിച്ച ഉപകരണമാണ്. അതായത് ഇത് ശശി തരൂർ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വാങ്ങിയ ശേഷം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ അത് ഉപയോഗിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പൊതുപണമാണ്, അത് ഉപയോഗിക്കാതെ അത്തരത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ പൊതുപണം ഉപയോഗിക്കുന്നത് അത് കാര്യക്ഷമം ഉപയോഗിക്കാൻ കഴിയാത്തതിലും ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം DME നടത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയും DME തന്നെ നൽകുന്നുമുണ്ട്. അനുജ, അതാണ് മോഡ്സിലേറ്റർ എന്നുള്ള ഉപകരണം. അത് ഏത് തരത്തിലേക്കാണ് ഉപയോഗക്ഷമമല്ലാത്തത് എന്നത് ഇന്നിപ്പോൾ ഡോക്ടർ കൂടുതലായി വിശദീകരിക്കുകയാണ്. അത് അപകടം പിടിച്ച ഒരു ഉപകരണമാണ്, മറ്റ് രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചതാണ് എന്നതുൾപ്പെടെ അദ്ദേഹം, ഉത്പാദനം നിർത്തിയതാണ് എന്നതുൾപ്പെടെ അദ്ദേഹം വിശദീകരിക്കുകയാണ്.